ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോഴുണ്ട് നമ്മുടെ റംബൂട്ടാനൊക്കെ ആകെ ഇങ്ങനെ തറയിൽ കുഴഞ്ഞങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ടോ, ഒരുപാട് കുഴഞ്ഞ് കിടക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് അറിയില്ല. ഈ ചൂട് കൂടുതലായത് കൊണ്ടാണോ അതും അറിയില്ല. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ്റെ മരം. അപ്പോൾ ഇതിനടുത്ത് കൂടി വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാലുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊഴിഞ്ഞ് കായൊക്കെ പോണതെന്ന് അറിയില്ല. നമ്മുടെ 4 വർഷം പ്രായമായ റംബൂട്ടാൻ്റെ മരമാണ്. ഇഷ്ടംപോലെ ഇങ്ങനെ കാച്ചു കിടക്കുന്നുണ്ട്. കണ്ടോ, ഒരുപാട് ഇങ്ങനെ കൊല കുത്തി കാച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലിങ്ങനെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ചൂട് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊഴിഞ്ഞ് പോകുന്നത്. മൂത്ത് വരുന്നതേ ഉള്ളൂ. എന്തോ ഇഷ്ടം പോലെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പകുതിയും ഇതിങ്ങനെ കൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പക്ഷെ കാച്ചു കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ റംബൂട്ടാൻ. മൂത്ത് പാകമായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇനി ഒരു മാസത്തിനുള്ളിൽ നല്ല പഴമായി കഴിക്കാവുന്നതാണ് നമുക്ക്. പക്ഷെ ഞങ്ങളുടെ പരിസരത്ത് ഞങ്ങളുടെ ഈ ഒരു വീട്ടിൽ മാത്രമേ റംബൂട്ടാൻ കായ്കളിങ്ങനെ ഉള്ളൂ. ബാക്കി ഒരു വീട്ടിലും ഇല്ല. പക്ഷെ അവർ തൈയൊക്കെ നട്ടിട്ടുണ്ട്. നല്ലതുപോലെ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഇനമാണ്. ഇത് കണ്ടോ, ഇത് ചുവന്ന് തൊടുത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പഴുത്തുകൊണ്ടിരിക്കുകയാണ്. പഴുക്കാനങ്ങനെ തയ്യാറായിട്ട് നിൽക്കുവാണ്.